ക്ഷേമ പെൻഷൻ വിതരണത്തിൽ സഹകരണ ബാങ്കുകളെ ഒഴിവാക്കി വാണിജ്യ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്ന് സമരത്തിന് ആഹ്വാനം ചെയ്ത് ഗോവിന്ദൻ മാഷ് രംഗത്തെത്തി. ഞാനിത് കാണുന്ന ഈ പദ്ധതി തന്നെ അവസാനിപ്പിക്കേണ്ട പരിപാടി ആലോചിക്കുന്നത്. അയാൾ വിതരണം മാത്രമല്ല പ്രശ്നം. നിങ്ങൾ ആരെങ്കിലും വിതരണം നടത്തിക്കോ. ഞങ്ങൾക്ക് ഇപ്പൊ ഇന്ന് ആളുകൾ വിതരണം നടത്തണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ ഈ കേരളത്തിലെ ഈ 62 ലക്ഷം പാവപ്പെട്ട മനുഷ്യർക്ക് മാസാമാസം വീടിൽ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന അവരുടെ പെൻഷൻ 2000 രൂപ അതിന് വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടണം. അവർക്ക് കിട്ടാൻ ആവശ്യമായ രീതിയിൽ എന്ത് ഏജൻസി എന്ത് വേണോ അത് നിങ്ങൾ കൊടുത്തോ. പക്ഷേ ഇവരെല്ലാം ദേശാകൃത ബാങ്കിൽ പോയിട്ട് അവിടെ നിന്ന് പണം വാങ്ങണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി 80-85 വയസ്സ് പ്രായമുള്ള ആളുകൾ ഒന്ന് അന്വേഷിക്കാൻ പോകണം പണം വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പോയി നിന്ന് കീ നിന്നിട്ട് എപ്പം കിട്ടുന്ന ഏത് ദേശാകൃത ബാങ്കിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ അതിന്റെ തന്നെ എന്തെല്ലാം പിഴകൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. യാതൊരു അല്ലലില്ലാതെ വീട്ടിൽ കിട്ടിയിരുന്ന ഈ പണം 2000 രൂപ ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളിക്ക്, ഒരു പാവപ്പെട്ട സ്ത്രീക്ക്, പുരുഷന് ആരായാലും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യമല്ലേ അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് പോയിട്ട് ദേശാകൃത ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കമ്മീഷൻ ഉൾപ്പെടെ എല്ലാം കഴിച്ചിട്ടേ അതും കിട്ടുള്ളൂ. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്. ശക്തിയായിട്ട് ഇതിനെതിരായിട്ട് ഈ 62 ലക്ഷം ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായിട്ട് ഈ നിലപാടിനെതിരായിട്ട് മുമ്പോട്ടേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അതിൽ പാർട്ടി എന്ന രീതിയിൽ ഇടപെട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാനല്ല. പാർട്ടി ഞങ്ങൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി കർഷക തൊഴിലാളി യൂണിയൻ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും സംഘടിത പ്രസ്ഥാനങ്ങളാകുകയും ഇനി ഒരു തരത്തിലുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ആവാത്ത ആളുകളും എല്ലാം ചേർന്നുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞത് നല്ലൊരു തീരുമാനമാണ്. പ്രായമായവർക്ക് നടന്നു പോകാൻ വയ്യാത്തവർക്കൊക്കെ അത് വീടുകളിൽ എത്തിക്കും തന്നെയാണ് സർക്കാർ പറഞ്ഞത്. അക്കൗണ്ട് ഉള്ളവർക്കും അത് പോയി എടുക്കാൻ സൗകര്യം ഉള്ളവർക്കും അക്കൗണ്ട് വഴി എത്തിക്കും തന്നെ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും മനസ്സിലാക്കാത്ത വെറുതെ വന്നിരുന്നിട്ട് സമരത്തിന് ആഹ്വാനം ചെയ്തിട്ട് ലിംബരാവണമെങ്കിൽ